ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th ലെവൽ പ്രിലിമിനറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കറിയാം അതിനകത്ത് എന്താ ജനറൽ സയൻസിനകത്ത് നമുക്ക് ഫിസിക്കൽ സയൻസ് എന്ന് പറഞ്ഞൊരു 12 ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 12 ടോപ്പിക്സിൽ ആദ്യത്തെ ടോപ്പിക്ക് കെമിസ്ട്രി രസതന്ത്രത്തിൽ നിന്നുള്ള ടോപ്പിക്കാണ് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആറ്റത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആറ്റം എന്താണ്? ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. എന്താണ്? ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണിക ആറ്റം. രാസപരമായ ഏറ്റവും ചെറിയ കണിക. അങ്ങനെയാണെങ്കിൽ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക എന്താണ്? ഭൗതികപരമായതാണെങ്കിൽ എന്താ? തന്മാത്ര അഥവാ മോളിക്യൂൾ. ആറ്റം എന്താ? ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. നമുക്ക് നോക്കാം. ഈ ആറ്റം എന്നുള്ള പദം രൂപം കൊണ്ടത് ഏത് പദത്തിൽ നിന്നാണ്? ആറ്റമോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്നുള്ള ടേം ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഇത്? ഗ്രീക്ക് പദമാണെന്ന് ആലോചിച്ച് വെക്കണം. PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ആറ്റമോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്നുള്ള ടേം ഉണ്ടായിട്ടുള്ളത്. ഇത് ഓർത്ത് വെക്കണം. അപ്പോൾ ആറ്റം എന്താണെന്ന് പറഞ്ഞു. ആറ്റം എന്നുള്ള പദം ഏതെന്നാണ് വന്നത്? ആറ്റമോസ്. ഇനി ഈ ആറ്റമോസിൻ്റെ അർത്ഥം എന്താ? വിഭജിക്കാൻ കഴിയാത്തത്. ഇൻഡിവിസിബിൾ. വിഭജിക്കാൻ കഴിയാത്തത് എന്നർത്ഥം വരുന്ന ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ആറ്റത്തിനെ വിഭജിക്കാൻ കഴിയുന്നെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ മുന്നേ വിഭജിക്കാൻ കഴിയാത്തത് എന്ന അർത്ഥത്തിലാണ് നമുക്ക് ആറ്റമോസ് അഥവാ ആറ്റം എന്നുള്ള ടേം ഉണ്ടായത്. ഇനി ആറ്റം എന്ന പദം കോയിൻ ചെയ്തത്, ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ആളാരാണ്? ആറ്റം എന്നുള്ള പദം കോയിൻ ചെയ്തത് ഓസ്റ്റ്വാൾഡ്. എന്നാൽ ആറ്റം കണ്ടെത്തിയതാരാ? ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ. എത്രയാണ് പറഞ്ഞത്? രാസപരമായ ഏറ്റവും ചെറിയ കണികയാണെങ്കിൽ ആറ്റം. ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണെങ്കിൽ തന്മാത്ര അഥവാ മോളിക്യൂൾ. തന്മാത്ര നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാനുണ്ട്. ഇപ്പോൾ ആറ്റം നോക്കാം. ആറ്റം ഏത് പദത്തിൽ നിന്നാണ്? ആറ്റമോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. മീനിങ് എന്താ? അർത്ഥം എന്താ? വിഭജിക്കാൻ കഴിയാത്തത് അഥവാ ഇൻഡിവിസിബിൾ. ഇനി ആറ്റം എന്നുള്ള പദം നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡും കണ്ടെത്തിയത് ആരാ? ജോൺ ഡാൾട്ടനുമാണ്. ജോൺ ഡാൾട്ടൺ നമുക്കറിയാം. ജോൺ ഡാൾട്ടൺ എന്തെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്? 1. ആറ്റം കണ്ടെത്തിയത് ആരാ? ജോൺ ഡാൾട്ടൺ. 2. ആദ്യ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാ? ജോൺ ഡാൾട്ടൺ. 2 പോയിന്റ് പഠിച്ചു. ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ. ആദ്യ അറ്റോമിക സിദ്ധാന്തം കണ്ടെത്തിയത് ആരാ? ജോൺ ഡാൾട്ടൺ. പിന്നെന്താ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഓക്കെ, പ്രിലിമിനറി ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മലയാളം ഓർത്ത് വയ്ക്കാം. ബഹു അനുപാത നിയമം കണ്ടെത്തിയത് ആരാ? ജോൺ ഡാൾട്ടൺ. അപ്പോൾ ജോൺ ഡാൾട്ടൺ കണ്ടെത്തിയത് ആറ്റാണ് നമ്മൾ പഠിക്കുന്നത്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ആദ്യ അറ്റോമിക സിദ്ധാന്തം, ഫസ്റ്റ് അറ്റോമിക് തിയറി ആരാ? ജോൺ ഡാൾട്ടൺ. ദെൻ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ അഥവാ ബഹു അനുപാത നിയമം കണ്ടുപിടിച്ചതും ജോൺ ഡാൾട്ടൺ ആണ്. അടുത്തതായിട്ട് ആറ്റത്തിലെ 3 കണങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ 3 കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. നമുക്കറിയാം ഏതൊക്കെയാണ് 3 കണങ്ങൾ. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ.
പ്രോട്ടോൺ. 2 ന്യൂട്രോൺ, 3 ഇലക്ട്രോൺ. നമുക്കെല്ലാവർക്കും അറിയാം ആറ്റത്തിൽ 3 മൗലിക കണങ്ങളാണുള്ളത്, പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും. ഇതിൽ പ്രോട്ടോണും ന്യൂട്രോണും ഏതിനകത്താണുള്ളത്? ന്യൂക്ലിയസിനകത്താണുള്ളത്. അപ്പം എന്താ ന്യൂക്ലിയസ്? എന്താ? കേന്ദ്രഭാഗം. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ഏതാ? ന്യൂക്ലിയസ്. ഒരാറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനൊരു കേന്ദ്രം ഉണ്ടായിരിക്കും. ആറ്റത്തിന് ഒരു കേന്ദ്രം ഉണ്ടായിരിക്കും. അപ്പോൾ ആറ്റം നമ്മളിങ്ങനെയല്ലേ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഒരു ന്യൂക്ലിയസും അതിന് ചുറ്റുഭാഗത്തും ഷെല്ലുകളാണുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് KLMN എന്നിങ്ങനെ ഷെല്ലുകളാണുള്ളത് ന്യൂക്ലിയസിന് ചുറ്റും. അപ്പോൾ ഈ ന്യൂക്ലിയസിനകത്ത് ഏതെല്ലാം കണങ്ങളാണുള്ളത്? അപ്പോൾ ന്യൂക്ലിയസിനകത്താണ് പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത്. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നു. ഇലക്ട്രോൺ ഏതാ? ഷെല്ലിലാണുള്ളത്. ഈ ഷെല്ലുകളിലാണ് ഇലക്ട്രോൺ ഉള്ളത്. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? അപ്പം ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും, ദെൻ ഇലക്ട്രോൺ എന്താ? ഷെല്ലിനകത്ത് കറങ്ങുന്നുണ്ട്. അത് അപ്പം നമ്മൾ പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ന്യൂട്രോൺ എന്താ? ചാർജ് ഇല്ല. ന്യൂട്രോണിന് ഒരു ചാർജും ഇല്ല. പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ല, ന്യൂട്രലാണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇലക്ട്രോണിന് എന്താ ചാർജ്? ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് പ്രോട്ടോൺ, നെഗറ്റീവ് ഇലക്ട്രോൺ, ദെൻ ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പം ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താ? ന്യൂക്ലിയസിനകത്തുള്ളത് പ്രോട്ടോണും ന്യൂട്രോണും ആണെന്ന് പറഞ്ഞു. ന്യൂട്രോണിന് ചാർജ് ഇല്ല. പിന്നെന്താ ഉള്ളത്? പ്രോട്ടോണാണുള്ളത്. അപ്പോൾ പോസിറ്റീവ് ചാർജാണുള്ളത്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താ? ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവ് ആണെന്ന് പറയാം. പോസിറ്റീവ് ചാർജുള്ള കേന്ദ്ര ഭാഗമാണ് ന്യൂക്ലിയസ്. ഇനി ഇപ്പോൾ ഇലക്ട്രോണ്, ന്യൂട്രോണ്, പ്രോട്ടോൺ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഭാരം കുറവ് ഇലക്ട്രോണിനാണ്. ഏറ്റവും ഭാരം കുറവ് ഇലക്ട്രോണിനാണ്. ഏറ്റവും ഭാരം കൂടുതൽ ഏതാ? ന്യൂട്രോണിനാണ്. ഭാരം കൂടുതൽ ന്യൂട്രോണിനാണ്. അതൊന്ന് ഓർത്ത് വെക്കണം. ഭാരം കുറവ്, ഏറ്റവും ഭാരം കുറഞ്ഞതാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ഓർബിറ്റിനകത്തുള്ളത്. ഭാരം കൂടുതലോ ന്യൂട്രോൺ. അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ന്യൂക്ലിയസിന് ഒരു ഭാരം ഉണ്ടായിരിക്കും. ന്യൂട്രോണ് ഭാരമുള്ളതല്ലേ. പ്രോട്ടോണ് ഭാരമുണ്ട്. ആ ഭാരത്തിൻ്റെ ഓർഡർ ഞാൻ പറഞ്ഞുതരാം. ഇത്രയാണ് ഭാരം എന്ന് നമ്മൾ പഠിക്കും വേണം. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഓർത്ത് വെക്കുക. ഏറ്റവും ഭാരം കുറവുള്ള കണം ഏതാ? ഇലക്ട്രോണ്. കൂടുതലുള്ള കണം ന്യൂട്രോൺ ആണ്. ന്യൂക്ലിയസിന് അതുകൊണ്ട് തന്നെ ഒരു ഭാരമുണ്ട്. അത് ഓർത്ത് വയ്ക്കുക. ഇനി ആറ്റത്തിനെ അപേക്ഷിച്ച് ന്യൂക്ലിയസിൻ്റെ വലിപ്പം വളരെ കുറവാണ് എന്നൊന്ന് ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഒരു ആറ്റം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ വലിപ്പം എന്താ? കുറവായിരിക്കും. അപ്പം ന്യൂക്ലിയസിൻ്റെ 10⁵ മടങ്ങാണ് ആറ്റത്തിൻ്റെ വലിപ്പം. അപ്പോൾ പറഞ്ഞത് ന്യൂക്ലിയസിൻ്റെ ഒരു 10⁵ മടങ്ങ് ആറ്റത്തിന് വലിപ്പമുണ്ട്. അപ്പോൾ ന്യൂക്ലിയസിനേക്കാൾ ഒരു 10⁵ മടങ്ങ് വലിപ്പം എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് വളരെ ചെറുതാണ് ആറ്റത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഭാരമുണ്ട്, അതായത് ആറ്റത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭാരമുണ്ട് ന്യൂക്ലിയസിന്. വലിപ്പം കുറവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. 3 കണങ്ങളുണ്ട്: പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പോസിറ്റീവ് ചാർജ് ഇല്ല, നെഗറ്റീവ്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്. ഇതെന്താ? ഇലക്ട്രോണ് ഭാരം കുറവാണ്, ന്യൂട്രോൺ ആണ് ഭാരം കൂടുതൽ. ദെൻ ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ 10⁵ മടങ്ങ് ആറ്റത്തിന് വലിപ്പം ഉണ്ടായിരിക്കും. പക്ഷെ ഭാരം
മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാ? ന്യൂക്ലിയസ് തന്നെയാണ്. ഭാരം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ഓർത്ത് വയ്ക്കണം. ആറ്റത്തിൻ്റെ ഭാരം മുഴുവനും കേന്ദ്രീകരിച്ചിട്ടുള്ളത് ന്യൂക്ലിയസിലാണ്. എന്തുകൊണ്ടാണ്? ഇലക്ട്രോണിന് ഭാരം കുറവാണ്. അപ്പോൾ നമുക്ക് നോക്കാം, പ്രോട്ടോണും ന്യൂട്രോണും ആയിരിക്കും ഭാരം കൊടുക്കുന്നത്. അപ്പോൾ അതെവിടെയാണുള്ളത്? ന്യൂക്ലിയസിനകത്താണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ഇനി പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഇവ കണ്ടുപിടിച്ചത് ആരാണെന്നുകൂടെ നോക്കണം. അപ്പോൾ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. ഏണസ്റ്റ് റൂദർഫോർഡ്. അപ്പോൾ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാ? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്, ഇലക്ട്രോൺ ആരാ? ജെ തോംസൺ. ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ജെയിംസ് ചാഡ്വിക്. ഇത് മൂന്ന് ഓർത്ത് വെക്കണം. പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്, ഇലക്ട്രോൺ ജെ തോംസൺ, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്. പ്ലസ് ടുവിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സയൻസ് എടുത്തവർക്ക് അറിയാം. പെൻ RTC എന്നാണ് കോഡ്. പെൻ RTC. അപ്പോൾ പി ആരാ? പി കണ്ടുപിടിച്ചത് റൂദർഫോർഡ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് തോംസൺ. ഇലക്ട്രോൺ തോംസൺ. ന്യൂട്രോൺ എന്താ? ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാ? ചാഡ്വിക്. എല്ലാത്തിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആണ്. പെൻ RTC എന്നാണ് നമ്മൾ ഓർത്ത് വയ്ക്കാറ്. പെൻ RTC. അപ്പം ഇനി ന്യൂക്ലിയസ് കൂടെ ഉണ്ട്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാ? ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് തന്നെ. ഏണസ്റ്റ് റൂദർഫോർഡ്. ഇത്രയും ഓർത്ത് വെക്കണം. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. അതിനി മറക്കില്ല. പെൻ RTC, റൂദർഫോർഡ്, തോംസൺ ആൻഡ് ചാഡ്വിക്. ദെൻ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാ? ഏണസ്റ്റ് റൂദർഫോർഡ് തന്നെയാണ്. ഇനി നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടെന്ന്. അപ്പോൾ ഇതിനെ നമ്മൾ പ്രോട്ടോണിനെ ന്യൂട്രോണിനെ നമ്മൾ ന്യൂക്ലിയോൺസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ ആകാം അല്ലെങ്കിൽ ന്യൂട്രോൺ ആകാം. ഈ പോയിന്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഏതെങ്കിലും ഒരു ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടോൺ ആകാം അല്ലെങ്കിൽ ന്യൂട്രോൺ ആകാം. ന്യൂക്ലിയസിന് അകത്ത് കാണപ്പെടുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഇതിൻ്റെ ഭാരം കൂടെ നോക്കാം. ഇനി ഭാരം നോക്കുകയാണെങ്കിൽ പ്രോട്ടോണിൻ്റെ ഭാരം ഓർത്ത് വെക്കണം. 1.672 × 10⁻⁻27 കിലോഗ്രാം. അപ്പോൾ പ്രോട്ടോണിൻ്റെ ഭാരം എത്രയാ? 1.672 × 10⁻⁻27 കിലോഗ്രാം. ഇനി ഇതെന്താണ്? പ്രോട്ടോണിൻ്റെ ഭാരം. ഇനി ഇലക്ട്രോണിൻ്റെ ഭാരം. നമ്മൾ ഇലക്ട്രോണിൻ്റെ ഭാരത്തെ കുറിച്ച് എന്താ പഠിച്ചിട്ടുള്ളത്? ഏറ്റവും ഭാരം കുറഞ്ഞ കണം എന്ന് വെച്ചാൽ എത്രയാണ് ഭാരം? 9.1 × 10⁻⁻31 കിലോഗ്രാം. ഇലക്ട്രോണിൻ്റെ ഭാരമാണ് 9.1 × 10⁻⁻31 കിലോഗ്രാം. ഇനി ന്യൂട്രോണിൻ്റെ ഭാരം എത്രയാണ്? ന്യൂട്രോണിൻ്റെ ഭാരമാണെങ്കിൽ 1.674 × 10⁻⁻27 കിലോഗ്രാം. പഠിക്കാൻ എളുപ്പമുണ്ട്. പ്രോട്ടോൺ, ന്യൂട്രോൺ. അപ്പോൾ ഇതിനകത്ത് വരുന്നത് 10⁻27 ആണ്. നമുക്കറിയാം 10⁻27 10⁻⁻31. ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ വലുത് ഏതാ? 10⁻⁻27 തന്നെയാണ് വലുതായിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലുത്. അപ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ആ വ്യത്യാസം എത്രയാ? 1.674 ആണ് ഇവിടെ എന്താ? 1.672 ആണ്. അപ്പോൾ ഇതിൽ ഭാരം കൂടിയ കണം എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഭാരവും പഠിക്കണം. ഭാരം കൂടിയ കണം ഏതാ? ന്യൂട്രോൺ ആണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഭാരം കൂടിയ കണം ന്യൂട്രോൺ.
ഭാരം കുറവേതാ ഇലക്ട്രോൺ. ദെൻ പ്രോട്ടോണിൻ്റെ ഭാരം കൂടെ ഓർത്ത് വയ്ക്കുക 1.672 × 10⁻27 കിലോഗ്രാം. ഇനി ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ ഭാരം നമ്മൾ പറഞ്ഞില്ലേ, ഇലക്ട്രോണിൻ്റെ ചാർജിനെ കുറിച്ചിട്ട് ഒരു പോയിന്റ് ഓർത്ത് വെക്കണം. ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്? 1.602 × 10⁻19. ഇതാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് വരുന്നത്. 1.602 × 10⁻19 കൂളം ഇലക്ട്രോണിൻ്റെ ചാർജ്. അപ്പോൾ ഈ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിച്ചതാരാ? ആർ മില്ലിക്കൺ. ഈ ഒരു പോയിന്റ് കൂടെ ഈ മൗലിക കണത്തിൽ നമുക്ക് ഓർത്ത് വെക്കണം. ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാ? 1.602 × 10⁻19 കൂളം. കണ്ടുപിടിച്ചത് ആർ മില്ലിക്കൺ. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് വഴിയാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിച്ചത് എന്നുകൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഭാരത്തെക്കുറിച്ച് നമുക്ക് പഠിച്ചത്. ഭാരം എന്താ? 1.672 × 10⁻27. പ്രോട്ടോണിൻ്റെത് 674 ആക്കിയാൽ ന്യൂട്രോൺ, 9.1 × 10⁻31 ആക്കിയാൽ ഇലക്ട്രോണിൻ്റെ ചാർജ് 1.602 × 10⁻19 കൂളം. കണ്ടുപിടിച്ചതാരാ? ആർ മില്ലിക്കൺ. ഏത് എക്സ്പെരിമെൻ്റ് വഴിയാണ്? ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് വഴി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ആറ്റത്തിൻ്റെ ഘടനയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആറ്റം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.